കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന വിവരമനുസരിച്ച് നടൻ വിജയ്ക്ക് അവിടെ യാതൊരു രീതിയിലും ഇളക്കം തട്ടിക്കാൻ സാധിക്കില്ല എന്ന വിവരമാണ്. ജനത്തെ ഇളക്കി മറിച്ച നടൻ വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിലം തൊടാൻ കഴിയില്ല എന്നത് സർവേകൾ വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ പരമ്പരാഗതമായി നിലനിൽക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ചുവട് പിടിക്കാനായി ഇടക്കാലത്ത് ഉയർന്നു വന്ന നടൻ വിജയിയുടെ തമിഴ്നാട് വെട്രിക്കഴകം എന്ന പാർട്ടി എന്നും വിവാദങ്ങളുടെ മുൾമുനയിൽ പെടുകയായിരുന്നു. തമിഴ്നാട്ടിൽ DMK തന്നെ അധികാരത്തിൽ വരുമെന്നും DMK സഖ്യം 180 സീറ്റുമായി അധികാരം നിലനിർത്തുമെന്നും അഗ്നി ന്യൂസ് പ്രീപോൾ സർവേ വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ പെരുമ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ തമിഴക വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയ് തോൽക്കുമെന്നും 2ാം സ്ഥാനത്തെത്തുമെന്നും സർവേ ഫലം സൂചിപ്പിക്കുന്നുണ്ട്. AIDMK സഖ്യം 54 സീറ്റിൽ ഒതുങ്ങും. വിജയുടെ പാർട്ടിയായ TVK തമിഴ്നാട്ടിൽ ആകെ 9.7% വോട്ട് നേടുമെന്ന് ഈ സർവേ പ്രവചിക്കുന്നുണ്ട്. അതേസമയം മറ്റൊരു പോൾ സർവേയിൽ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയുടെ TVK 2 മുതൽ 8 വരെ സീറ്റുകൾ നേടിയേക്കുമെന്ന് പ്രവചനമുണ്ട്. വിജയ് പെരുമ്പൂരിലെ വടക്കൻ ചെന്നൈ മേഖലയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ അരങ്ങേറ്റം കുറിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉടനെ തന്നെ പെരുമ്പൂരിൽ നിന്ന് വിജയ് പ്രചരണം ആരംഭിച്ചിട്ടുമുണ്ട്. കണ്ണദാസൻ നഗറിലെ കൊടുങ്ങിയൂരിൽ വിജയ്ക്ക് താമസിക്കാൻ TVK ടീം ഒരു വീട് വാടകയ്ക്കെടുത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ICF കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന പെരുമ്പൂർ പ്രധാനമായും തൊഴിലാളികളും മധ്യവർഗ കുടുംബങ്ങളും താമസിക്കുന്ന ഒരു പ്രദേശമാണ്. സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്നവരും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. വണ്ണിയാർ, വോടയാർ, തേവർ, മുതലയാർ സമുദായങ്ങളുടെ ശക്തി കേന്ദ്രം കൂടിയാണ് ഇത്. ഈ മേഖലയിലെ പാർട്ടിയുടെ വോട്ടർ അടിത്തറയിലാണ് TVക്ക് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മണ്ഡലത്തിലെ 40,000-ലധികം ആളുകളുമായി പാർട്ടി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി അഥവ അർജുൻ അവകാശപ്പെട്ടു. തമിഴ്നാട് രാഷ്ട്രീയ കളത്തിൽ ഭരണകക്ഷിയായ DMKയ്ക്ക് പ്രധാനമായും NDAയാണ് ഇത്തവണ നേരിടേണ്ടത്. എന്നാൽ DMKയും കോൺഗ്രസും ഉൾപ്പെടുന്ന 21 പാർട്ടികളുടെ സഖ്യം അതിശക്തമായ കരുനീക്കങ്ങൾ സ്വരുക്കൂട്ടുമ്പോൾ അത് NDAയുടെ അടിത്തറ ഇളക്കുമെന്നാണ് കണക്കുകൂട്ടൽ. തമിഴ്നാട് NDAയിൽ അടുത്ത കാലത്തായി ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ അവരുടെ വിജയ പ്രതീക്ഷകൾക്ക് മേൽ കനത്ത പ്രഹരമാവുകയാണ്. OPS വിഭാഗം മുന്നണി വിട്ടതും അടക്കമുള്ള പ്രതിസന്ധികൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ കാലുറപ്പിക്കാൻ ശ്രമിക്കുന്ന BJPക്ക് അണ്ണാ DMKയുമായുള്ള സഖ്യം വലിയ ആശ്വാസമാകേണ്ടതായിരുന്നു. എന്നാൽ എടപ്പാടി പളനിസ്വാമി നയിക്കുന്ന അണ്ണാ DMK BJPയുടെ ഉപാധികൾക്ക് വഴങ്ങാൻ തയ്യാറായില്ല. സീറ്റ് വിഭജനത്തിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിർണയത്തിലും തർക്കങ്ങൾ രൂക്ഷമാവുകയായിരുന്നു. BJPയുടെ ആവശ്യം 56 സീറ്റുകളും ഭരണ പങ്കാളിത്തവും. EPSന്റെ നിലപാട് പരമാവധി 25 സീറ്റുകൾ മാത്രം. അത് സ്വീകാര്യമാവാതെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. അതുവഴി DMKയ്ക്ക് ജയത്തിൻ്റെ വഴികൾ തുറന്നു കിട്ടുകയായിരുന്നു. ഇപ്പോഴിതാ തമിഴ്നാട്ടിൽ നടനും രാജ്യസഭാ MPയുമായ കമൽഹാസന്റെ മക്കൾ നീതി മയ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് DMKയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. പകരം ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം നയിക്കുന്ന സഖ്യത്തിന് പൂർണ്ണ പിന്തുണ നൽകാനാണ് തീരുമാനം. വോട്ടെടുപ്പിന് മുന്നോടിയായി ഭരണപക്ഷ മുന്നണിയുമായി ചേരുന്നത് പാർട്ടിയുടെ തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. തിരഞ്ഞെടുപ്പിലെ പങ്കാളിത്തം സംബന്ധിച്ച് DMK നേതാക്കളുമായി MNM ചർച്ചകൾ നടത്തിയിരുന്നുവെന്ന് കമൽഹാസൻ പറഞ്ഞു. എന്നാൽ DMKയുടെ ഉദയസൂര്യൻ ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന നിർദ്ദേശം ഉൾപ്പെടെയുള്ള സീറ്റ് വിഭജന കരാറുകൾ പാർട്ടിയുടെ പ്രവർത്തകർക്ക് സ്വീകാര്യമായിരുന്നില്ല. തുടർന്നാണ് ഈ പുതിയ തീരുമാനം കമൽഹാസൻ പുറത്തുവിട്ടത്. വലിയ ജനാവലിയുടെ ആരവങ്ങളിൽ വിജയ് ശുഭപ്രതീക്ഷയിലാണ്. എങ്കിലും ഒരു കേഡർ അടിത്തറപ്പാകാൻ വിജയുടെ തമിഴ്നാട് വെട്രിക്കഴകം പാർട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ചരിത്രപരമായ ആഴത്തിൽ വേരൂന്നിയ DMKയെ പ്രതിരോധിക്കാൻ നടന് കഴിയില്ല എന്നതാണ് രാഷ്ട്രീയ തമിഴ്നാടിൻ്റെ വിലയിരുത്തൽ. DMKയുടെ ഭരണ തുടർച്ചയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉരുത്തിരിയുന്നത്. MK സ്റ്റാലിൻ ഭരണതലത്തിൽ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ, പ്രത്യേകിച്ചും സ്ത്രീകൾക്കായുള്ള സൗജന്യ ബസ് യാത്രയും ധനസഹായ പദ്ധതികളും താഴെത്തട്ടിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും തമിഴ് സ്വത്വത്തിന് നൽകുന്ന പ്രാധാന്യവുമാണ് സ്റ്റാലിനെ ജനപ്രിയനാക്കുന്നത് തമിഴ്നാട്ടിൽ. ചർച്ചകളിൽ തമിഴ്നാട് വെട്രിക്കഴകം പാർട്ടി സ്ഥാപകൻ വിജയെ സജീവമായി മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കാട്ടിയ ചർച്ചകളും അവിടെ ഉയർന്നിരുന്നു. യുവാക്കളുടെ വോട്ടുകൾ വിജയ് വൻതോതിൽ ചോർത്തുമെന്ന കണക്ക് കൂട്ടലിലാണ്. എങ്കിലും സെപ്റ്റംബറിൽ നടന്ന കരൂർ ദുരന്തവും അതിനെ തുടർന്നുണ്ടായ അന്വേഷണങ്ങളും IT റെയ്ഡുകളും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളും കുടുംബപരമായ പ്രശ്നങ്ങളും അടക്കം വിജയ്ക്ക് വിലങ്ങ് തടികളായി മുന്നിൽ നിൽക്കുന്നുണ്ട്.
നടൻ രജനീകാന്തിനെതിരായ പരാമർശവും BJP വിജയ് സഖ്യ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി എന്നാണ് അറിയപ്പെടുന്നത്. രാഷ്ട്രീയത്തിനതീതമായി ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് രജനീകാന്തെന്നും അദ്ദേഹത്തെ അപമാനിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും രജനി ആരാധകരുടെ വിലയിരുത്തലായി ഉയർന്നു വന്നിട്ടുണ്ട് അവിടെ. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP നയിക്കുന്ന NDAയും നടൻ വിജയുടെ തമിഴക വെട്ടിക്കഴകവും തമ്മിൽ സഖ്യമുണ്ടാക്കാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു എന്നാണ് കേൾക്കുന്നത്. TVK നേതാവ് ആദവ് അർജുന നടൻ രജനീകാന്തിനെതിരെ നടത്തിയ വിവാദത്തിന് വഴിവെച്ചതിനു ശേഷം അവരുടെ ഈ നീക്കത്തിന് വലിയ വിലങ്ങുതടിയായി എന്നാണ് പറയപ്പെടുന്നത്. DMK കുടുംബത്തിൽ നിന്നുള്ള ഭീഷണി മൂലമാണ് രജനീകാന്ത് രാഷ്ട്രീയ പ്രവേശനം ഉപേക്ഷിച്ചതെന്ന് ആദവ് അർജുന പറയുകയായിരുന്നു. TVKയും BJPയും തമ്മിൽ രഹസ്യ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന അഭ്യൂഹങ്ങളും അവിടെ ശക്തമായിരുന്നു. DMKയെ നേരിടാൻ TVKയ്ക്ക് 80 സീറ്റുകളും ഉപമുഖ്യമന്ത്രി പദവും BJP വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. വിജയ് ഡൽഹി സന്ദർശിച്ചതോടെ ഈ അഭ്യൂഹങ്ങൾക്ക് വീണ്ടും ആക്കം കൂട്ടുകയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് തമിഴ്നാട്ടിൽ TVKയ്ക്ക് യാതൊരു രീതിയിലുള്ള സ്വാധീനവും ചെലുത്താൻ കഴിയില്ല എന്നതാണ് വെളിയിൽ വരുന്ന വിവരങ്ങൾ. ഇത് DMK വലിയൊരു ശക്തിയായി അവിടെ ഉയർന്നു വരികയും ഇതുവരെ DMK നടപ്പിലാക്കിയ സാമൂഹികപരമായ ഇടപെടലുകളും വികസന പ്രവർത്തനങ്ങളും അത് DMKയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറി തമിഴ്നാട് DMK ഭരണം നിലനിർത്തുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.